ഇത് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. കൂടെ ബാക്കിയുള്ള എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്ത കുറച്ച് സവാള മസാലയാണ്. 1/2 കിലോ ചിക്കനാണ്. അതിലേക്ക് ഉപ്പും വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. 4-5 പ്രാവശ്യം കഴുകിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വേണ്ട മസാലകളെല്ലാം റെഡിയാക്കി വയ്ക്കാം. എടുക്കുന്നത് എരിവുള്ള ചില്ലി പൗഡറാണ്. അത് 1 ടേബിൾ സ്പൂൺ എടുക്കാം. ഇനി 1/4 ടേബിൾ സ്പൂണിനേക്കാൾ ഒരല്പം കുറവ് മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടേബിൾ സ്പൂൺ മസാല പൗഡർ. ഇനി ചേർക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. ഇതിനും കുറച്ച് ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് കഴുകിയ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് എൻ്റെ അളവ് ചിക്കനിൽ കാണും. അതുകൊണ്ട് 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് വയ്ക്കാം. ഇനി ഈ മസാലയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ചിക്കൻ പീസിൽ ആ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാനായിട്ട് കൈ കൊണ്ട് യോജിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിത് കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുവാണ്. ഇനി ഇത് ഒരു 2 മണിക്കൂറിന് ശേഷം പൊരിച്ചെടുക്കാം. ഫ്രീ ടൈമിൽ ഇതേപോലെ മസാലയെല്ലാം തേച്ചിട്ട് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് പൊരിച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് 1/2 കിലോ ചിക്കനും ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റിയതിന് ശേഷം 2 അല്ലെങ്കിൽ 2.5 മിനിറ്റ് കൂടുമ്പോൾ ഈ ചിക്കൻ പീസുകളെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും 2 മിനിറ്റ് 2.5 മിനിറ്റ് കൂടുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മൊത്തം ഒരു 4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ട് കഴിയുമ്പോഴേക്കും ചിക്കൻ ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ചിക്കൻ ഫ്രൈ റെഡിയായി. ഇനി എല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഈ എണ്ണയിലേക്ക് നമുക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിക്കും ബ്രെഡിനും ഒക്കെ കഴിക്കാനുള്ള ഒരു ഗ്രേവി പോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 2 സവാള, 1 പച്ചമുളക്, പിന്നെ 1 തക്കാളി, ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. 2-3 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കണം. ഇതൊരു 1/4 ഭാഗം വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1-2 തണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ആ മല്ലിയിലേക്ക് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരല്പം ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടീസ്പൂൺ സോയ സോസും 1/2 കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഈ സോസൊന്നും ഇല്ലെങ്കിൽ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താലും കറി നന്നായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.